നിങ്ങളുടെ പ്രായം എത്രയാണെങ്കിലും ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടി നല്ല കട്ട കറുപ്പായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഈ ഒരു ഹെയർ ഡേ ചെയ്താൽ മതി. 60-70 വയസ്സിലും നരച്ച മുടി കട്ട കറുപ്പാക്കാം. അതേപോലെ തന്നെ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. നമുക്ക് നല്ല നീളത്തിലുള്ള നല്ല കറുപ്പിലും ഉള്ളോടുകൂടിയുള്ള മുടി വേണമെങ്കിൽ എല്ലാ കെമിക്കൽ ഡൈകളും ഒഴിവാക്കിയിട്ട് ഇന്ന് കാണിക്കുന്ന ഈ ഒരു രീതിയിലുള്ള ഹെയർ ഡേ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പേരയിലയാണ്. വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പേരയില. നമ്മുടെ മുടി നല്ല കട്ട കറുപ്പോടെ സമൃദ്ധമായിട്ട് വളരാനും അതേപോലെ തന്നെ തലയിലെ താരനും ചൊറിച്ചിലും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പേരയില. ഇനി ഈ പേരയിലയെല്ലാം ചെറുതായിട്ടൊന്ന് കീറിയെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പേരയില തന്നെ നമ്മളിതിലേക്ക് എടുക്കണം. ഇതിൻ്റെ നടുഭാഗത്തുള്ള ഈ ഒരു തണ്ട് നമുക്ക് ആവശ്യമില്ല. അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പേരയില തന്നെ നമ്മളിതിലേക്ക് എടുക്കണം. അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകളാണ് നമ്മുടെ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത്. പേരയിലയിൽ വൈറ്റമിൻ സി അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ മുടി നരയ്ക്കുന്നത് തടയുവാനും നമ്മുടെ മുടിയുടെ നല്ലൊരു ബ്ലാക്ക് കളർ നിലനിർത്താനും വേണ്ടിയിട്ടും സഹായിക്കും. ഇനി ഇതെല്ലാം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2-3 തുളസിയില ഇട്ട് കൊടുക്കാം. നീരിറക്കം, ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുളസിയില ചേർക്കുന്നത്. തുളസിയിലയ്ക്ക് പകരം നമുക്ക് പനിക്കൂർക്കയില ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ പേരയിലയുടെ കളറെല്ലാം മാറി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ഈ ഒരു വെള്ളം നമ്മൾ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ പാക്കുകളും അതേപോലെ തന്നെ ഹെയർ ഡൈകളും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും. അപ്പോൾ കെമിക്കലുകൾ ഒഴിവാക്കിയിട്ട് ഇതേപോലെയുള്ള റെമഡികൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പണ്ട് മുതലേ എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ഇലയും. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചെമ്പരത്തിപ്പൂവ്. അതുകൊണ്ട് തന്നെ അതൊരു താളിയായിട്ട് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. താരൻ ഒഴിവാക്കാനായിട്ടും അതേപോലെ തന്നെ തലയിലെ ചൊറിച്ചിലും എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവ്. ഇതൊരു പാക്കായിട്ട് നമ്മൾ മുഖത്ത് പുരട്ടുന്നതും വളരെ നല്ലതാണ്. മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് അത് സഹായിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു പേരയില വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാം. എന്നിട്ട് 1.5 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഹെയർ ഡേ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. നെല്ലിക്കാപ്പൊടി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കും. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു പേരയില വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. കാരണം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് വരും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡേയുടെ കളറ് റിലീസ് ആവുള്ളൂ. അപ്പോൾ ഒരു ഓവർനൈറ്റാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കളറ് നമ്മുടെ മുടിയിലും നിലനിൽക്കുന്നതാണ്. ഇതിൽ നമ്മൾ മൈലാഞ്ചിപ്പൊടിയോ നീലാമ്പരിപ്പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. ഇനി നിങ്ങളുടെ അടുത്ത് നെല്ലിക്കാപ്പൊടി ഇല്ലെങ്കിൽ പച്ച നെല്ലിക്ക നന്നായിട്ട് അരച്ചിട്ട് ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്താലും മതി. അതേപോലെ തന്നെ ഒട്ടും എണ്ണമയം ഇല്ലാത്ത മുടിയിലായിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് ഷാമ്പോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൽ ഓയിലൊന്നും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.